ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിന്റെ ആനുവൽ ഇവാലുവേഷൻ 2024-25 അഥവാ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വന്നിട്ടുള്ളതെന്നും അതിന്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ കൂട്ടുകാർ വായിച്ച് മനസ്സിലാക്കുക. ഒന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. ആക്ടിവിറ്റി നമ്പർ 1 റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. റീഡ് ദ ഫോളോയിങ് പോം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. താഴെ ഒരു പോം തന്നിട്ടുണ്ട്, അത് വായിക്കുക, അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് സാധാരണ എല്ലാ വർഷവും വരാറുള്ളത് ഇതുപോലെ റീഡിംഗ് കോംപ്രിഹെൻഷൻ തന്നെയാണ്. ഒന്നെങ്കിൽ ഒരു പോം തരും, അല്ലെങ്കിൽ വല്ല പാസേജ് തരും, അല്ലെങ്കിൽ സ്റ്റോറി തന്നിട്ടുണ്ടായിരിക്കും. അതുമായി ബന്ധപ്പെട്ട താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് പറയാനുള്ളത്. അപ്പോൾ എന്താണ് തന്നിട്ടുള്ളത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം ക്വസ്റ്റ്യൻസ് 1-2 തവണ വായിച്ചതിന് ശേഷം നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു പോമിലേക്ക് കടക്കാം. ദ സൺഷൈൻ എന്ന് പറയുന്ന പോമാണ് തന്നിട്ടുള്ളത്. ദ സൺ ഷൈൻസ് ബ്രൈറ്റ് ഇൻ ദ മോർണിംഗ് സ്കൈ. രാവിലത്തെ ആ ഒരു ആകാശത്ത് സൺ എന്താണ് വളരെ ബ്രൈറ്റ് ആയിട്ട് ഇങ്ങനെ ഷൈൻ ചെയ്യും. ആൻഡ് വാംസ് ദ എർത്ത് ആറ്റ് ഇറ്റ്സ് പാസസ് ബൈ. എന്താണ്, അപ്പോൾ ആ സമയത്താണ് ഭൂമിയുടെ ആ ഒരു ഊഷ്മളതയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇറ്റ്സ് റൈസ് ബ്രിങ് ലൈറ്റ് ടു ദ വേൾഡ് ഔട്ട്സൈഡ് ആൻഡ് ഫിൽ അവർ ഹാർട്ട്സ് വിത്ത് ജോയ് ആൻഡ് പ്രൈഡ്. മാത്രമല്ല ഈ സൂര്യന്റെ ആ ഒരു കിരണങ്ങൾ എന്ന് പറയുന്നത് ലോകമെമ്പാടും ഇങ്ങനെ ആ ഒരു ലൈറ്റ് പടർത്തുകയും നമ്മുടെ ഉള്ളിൽ അതുപോലെ സന്തോഷവും ഒരു പ്രൈഡും ഒക്കെ തോന്നുന്ന അവർക്കൊക്കെ നിറക്കാൻ വേണ്ടി പറ്റുന്ന ഒന്ന് തന്നെയാണ് സൂര്യന്റെ ഈ ഒരു കിരണങ്ങൾ എന്ന് പറയുന്നത്. The sun's warm touch makes the flowers bloom. The brings new life to a sweet room. മാത്രമല്ല ആ ഒരു സണ്ണിന്റെ ഊഷ്മളത എന്ന് പറയുന്നത് ഫ്ലവേഴ്സിനെയൊക്കെ തൊട്ട് തലോടിക്കൊണ്ട് അതിനെയൊക്കെ വിരിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഭൂമിയിൽ തന്നെ ഒരു സ്വീറ്റ് റൂം തന്നെ നമുക്ക് പുതിയൊരു ലൈഫ് തന്നെയാണ് ഉണ്ടാക്കി തരുന്നത് അല്ലെ. കാരണം ഒരു സൂര്യൻ ഉദിക്കുക എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ഒരു ദിവസം ഉണ്ടാവുകയാണ്. അപ്പോൾ അവിടെ ഒരു പുതിയ ദിവസം തന്നെയാണ് അവിടെ ഉണ്ടാവുന്നത്, പുതിയ ജീവൻ തന്നെയാണ് അവിടെ ഉണ്ടാവുന്നത്. സോ ലെറ്റ്സ് ഗോ ഔട്ട് ആൻഡ് എൻജോയ് ദ ഡേ. അപ്പോൾ നിങ്ങൾ പുറത്ത് പോവുക, എന്നിട്ട് ഈ ദിവസം നിങ്ങൾ എൻജോയ് ചെയ്യും. ആൻഡ് ഗ്ലോ ഇൻ ദ സൺ ഷൈൻസ് ഹാപ്പി റേ. മാത്രമല്ല ഈ ഒരു സണ്ണിന്റെ ആ ഒരു തിളങ്ങുന്ന കിരണങ്ങളെ നിങ്ങൾ സന്തോഷത്തോടു കൂടി നിങ്ങളെ ഗ്ലോ ചെയ്യിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ സൺഷൈൻ ഇൻ ദ മോർണിംഗ് സ്കൈ. എങ്ങനെയായിരുന്നു ഈ സൺഷൈൻ മോർണിംഗ് സ്കൈയിൽ ഉണ്ടാവുന്നത്? ലൈറ്റ്ലി, ബ്രൈറ്റ്ലി, വാംലി, സ്വീറ്റ്ലി. ഏതാണ് ഉത്തരം? ബ്രൈറ്റ്ലി എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. രണ്ടാമത്തേത്, ദ സൺസ് വാം ടച്ച് മേക്സ് ദ ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിനെ ഒക്കെ ടച്ച് ചെയ്യുമ്പോൾ ഫ്ലവേഴ്സിൽ എന്താണ് സംഭവിക്കുന്നത്? ഹാപ്പി, സന്തോഷമാണ്. അതുപോലെ ബ്ലൂം, അത് വിരിയാണ് ചെയ്യുക. ഫെയ്ഡ്, അതിനൊരു നേലുണ്ടാവുന്നു. അതുപോലെ ബ്രൈറ്റ്, അത് തിളങ്ങാണ് ചെയ്യുക. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി ബ്ലൂം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. മൂന്നാമത്തേത്, ഹൂ വാംസ് ദ എർത്ത് ആസ് ഇറ്റ്സ് പാസസ് ബൈ. എന്താണ്? ഈ ഒരു ഭൂമിയിലൂടെ കടന്നു പോകുന്നത് എന്താണ്? മൂണ്, സ്റ്റാർ, സണ്ണ്, സ്കൈ. ഏതാണ്? സി, സൺ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ പോം സേസ് വി ഷുഡ് ഡാഷ് ഓൺ എ സണ്ണി ഡേ. പോമിൽ പറയുന്നുണ്ട് നിങ്ങൾ പോണം, എന്ത്, സണ്ണി ഡേയിൽ എങ്ങോട്ട് പോകണം എന്നാ പറയുന്നത്? സ്റ്റേ ഇൻഡോഴ്സ്, നിങ്ങൾ ഇൻഡോഴ്സിൽ തന്നെ ഇരിക്കണം. സ്ലീപ്പ്, നിങ്ങൾ ഉറങ്ങണം. വാച്ച് ടി വി കാണണം. ഗോ ഔട്ട്, നിങ്ങൾ പുറത്ത് പോകണം. ഏതാണ്? ഗോ ഔട്ട് എന്നുള്ള ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. ഇനി അഞ്ചാമത്തേത്, വാട്ട് ഡസ് ദ സൺ ബ്രിങ് ടു ദ എർത്ത്. എന്താണ് എർത്തിനെ ഈ സണ്ണ് കൊണ്ടുതരുന്നത്? ഹെവി റെയിൻ, നല്ല മഴ. കോൾഡ് വിൻഡ്, തണുത്ത കാറ്റ്. വാംത്ത് ആൻഡ് ലൈറ്റ്, ഒരു ഊഷ്മളതയും അതുപോലെ തന്നെ ഒരു പ്രകാശവും. ഡാർക്ക്നെസ്, ഇരുട്ട്. ഏതാ തരുന്നത്? ഓപ്ഷൻ സി, വാംത്ത് ആൻഡ് ലൈറ്റ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അതാണ് നമുക്ക് കൊണ്ടുവന്ന് തരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പ്രൊഫൈലാണ്. ഇവിടെ റീഡ് ദ ഫോളോയിങ് ഹിൻസ് റിലേറ്റഡ് ടു കൽപ്പന ചൗള, പ്രിപ്പയർ ഹെയർ പ്രൊഫൈൽ. ഇവിടെ കൽപ്പന ചൗളയെ കുറിച്ചുള്ള കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, കൽപ്പന ചൗളയെ കുറിച്ച് നിങ്ങൾ ഒരു പാരഗ്രാഫ്, ഒരു പ്രൊഫൈൽ തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? ബർത്ത് March 17, 1962, കർണിയാൽ, ഹരിയാന. എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ട് ബാച്ചിലർ ഡിഗ്രി ഇൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ്. കരിയർ എയറോസ്പേസ് എഞ്ചിനീയർ ആൻഡ് അസ്ട്രോനറ്റ് അറ്റ് നാസ. ഫസ്റ്റ് ഇന്ത്യൻ വുമൻ ടു ഗോ ടു സ്പേസ്. ഡെത്ത് February 1, 2003. ദെൻ സ്പേസ് മിഷൻസ് ഫ്ലൂ ഓൺ സ്പേസ് ഷട്ടിൽ കൊളംബിയ 1997 ആൻഡ് 2003. അവാർഡ്സ്
കോൺഗ്രഷണൽ സ്പേസ് മെഡൽ, നാസ ഡിസ്റ്റിങ്ക്വിഷ്ഡ് സർവീസ് മെഡൽ, നാസ സ്പേസ് ഫ്ലൈറ്റ് മെഡൽ, ഇത്രയുമാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, പാരൻസിന്റെ പേരും കൊടുത്തിട്ടുണ്ട്. ബനാറസി ലാൽ ചൗള, സഞ്ജോഗ്റ്റ ഖർബാണ്ട. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കൽപ്പന ചൗളയെ കുറിച്ച് ഒരു പ്രൊഫൈൽ എഴുതി നോക്കാം. അപ്പൊ ഹെഡിങ് ആയിട്ട് കൽപ്പന ചൗള എന്ന് കൊടുക്കുക. കൽപ്പന ചൗള വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൻ ടു ഗോ ടു സ്പേസ്. സ്പേസിലേക്ക് പോയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീയാണ് കൽപ്പന ചൗള എന്ന് പറയുന്നത്. ഷി വാസ് ബോൺ ഓൺ 17 മാർച്ച് 1962 അറ്റ് കർണാൽ ഇൻ ഹരിയാന. ഹരിയാനയിലെ കർണാൽ എന്ന പ്രദേശത്ത് 1962 മാർച്ച് 17 അവർ ജനിച്ചിട്ടുണ്ടായിരുന്നത്. Her parents were ബനാറസി ലാൽ ചൗള ആൻഡ് സഞ്ജോക്ത ഖർബാണ്ട. അതാണ് അവരുടെ പാരൻസ് എന്ന് പറയുന്നത്. ഷീ കംപ്ലീറ്റഡ് ഹെർ ബാച്ചിലർ ഡിഗ്രി ഇൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പോൾ അവർ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ്. ഷീ വർക്ക്ഡ് ആസ് ആൻ എയറോസ്പേസ് എഞ്ചിനീയർ ആൻഡ് ആസ്ട്രോനറ്റ് അറ്റ് നാസ. അപ്പോൾ നാസയിലെ അവർ എയറോസ്പേസ് എഞ്ചിനീയർ ആയിട്ടും അതുപോലെ ആസ്ട്രോനറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഷീ ഹാഡ് ഫ്ലൂ ഓൺ സ്പേസ് ഷട്ടിൽ കൊളംബിയ ഇൻ 1997 ആൻഡ് 2003. മാത്രമല്ല അവരെന്താണ് സ്പേസിലേക്ക് ഒരു ഷട്ടിൽ കൊളംബിയയിൽ പോയിട്ടുണ്ട് 1997 2003. ഷി റിസീവ്ഡ് മെനി അവാർഡ്സ് ഇൻക്ലൂഡിംഗ് കോൺഗ്രഷണൽ അവാർഡ്സ് മെഡൽ, നാസ ഡിസ്റ്റിങ്ക്വിഷ്ഡ് സർവീസ് മെഡൽ ആൻഡ് നാസ സ്പേസ് ഫ്ലൈറ്റ് മെഡൽ. ഓക്കെ, ഇത്രയും അവാർഡ്സ് ഒക്കെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഷി ഡൈഡ് ഓൺ February 1, 2003. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇവിടെ കൊടുത്ത കാര്യങ്ങൾ തന്നെ ഒന്ന് പാരഗ്രാഫ് ആക്കി എഴുതാൻ മാത്രമേ നമ്മളിവിടെ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ഡയറിയാണ്. ആക്ടിവിറ്റി നമ്പർ 3 എന്ന് പറയുന്നത് ഡയറിയാണ്. Then Paru was very happy to visit the paddy field with her grandmother. അപ്പോൾ നമുക്ക് പാറുവിന്റെ സ്റ്റോറി അറിയാം. പാറുവിന് വളരെ സന്തോഷമായിരുന്നു അവളുടെ അമ്മയുടെ ഗ്രാൻഡ്മയുടെ കൂടെ അവൾ ആ ഒരു വയലിലേക്കൊക്കെ പോയപ്പോൾ. ഷി എൻജോയ്ഡ് ദ വാം ബ്രീസ് ഇൻ ദ ഫീൽഡ് ആൻഡ് ജോയിൻ ദ ഫാമേഴ്സ് ഇൻ ദർ വർക്ക്. അപ്പോൾ അവൾക്ക് ആ ഒരു തണുത്ത കാറ്റും അതുപോലെ തന്നെ ആ ഫാമേഴ്സിന്റെ കൂടി ജോലി ചെയ്തതൊക്കെ അവൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഡേ ഫോർ ഹെർ. ഇത് അവൾക്ക് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ദിവസം കൂടെയായിരുന്നു. ഷി റോട്ട് എ ഡയറി. അപ്പോൾ അവൾ എന്താണ്, ഒരു ഡയറി എഴുതാണ്. റൈറ്റ് ദ ഡയറി എൻട്രി ഓഫ് പാറു. അപ്പോൾ പാറുവിന്റെ ആ ഡയറിയാണ് നമ്മളിവിടെ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറി എഴുതാം. ഡയറി എഴുതുമ്പോൾ എന്തുണ്ടായിരിക്കണം, ഡേറ്റ് ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ നമുക്ക് ഏത് ഡേറ്റ് കൊടുക്കാം, ഇന്നത്തെ ഡേറ്റ് കൊടുക്കാം, 3rd March 2026. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഡേറ്റ് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ ഇന്നത്തെ ഡേയും കൂടെ കൊടുക്കാം. ഇന്ന് ഏതാണ് ഡേ എന്ന് പറയുന്നത്, ഇന്ന് വെനസ്ഡേ ആണ്. Then today was an amazing day. ഇന്ന് വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. I went to the paddy field with my grandma and it was so much fun. ഇന്ന് ഞാൻ ഗ്രാൻഡ്മയുടെ കൂടെ വയലിലേക്ക് പോയി വളരെ ഫൺ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. The warm breeze felt so nice and it blew across the field. ആ ഒരു തണുത്ത കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു വയലിലുടനീളം ഇങ്ങനെ വീശുന്നുണ്ട്. It was peaceful and the air smelled fresh and clean. അത് വളരെ സമാധാനപരമായിട്ടുള്ളതായിരുന്നു. മാത്രമല്ല അതിന്റെ സ്മെൽ എന്ന് പറയുന്നത് വളരെ ഫ്രഷും ക്ലീനും ആയിട്ടുള്ള രീതിയിലായിരുന്നു. I joined the farmers and helped them with their work. ഞാൻ ഫാമേഴ്സിന്റെ കൂടെ ജോയിൻ ചെയ്യുകയും അവരെ സഹായിക്കുകയും ചെയ്തു. I watched them planting rice and learning so many things about how hard they work to grow food. അപ്പം ഞാൻ അവരെ ആ ഒരു റൈസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നതും അതുപോലെ തന്നെ അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ, ഇത് എങ്ങനെയൊക്കെയാണ് ഫുഡായിട്ട് വരുന്നത്, അത് എങ്ങനെയൊക്കെയാണ് വളരുന്നത്, അവരുടെ ഹാർഡ് വർക്ക് എത്രത്തോളം ഉണ്ട്, ആ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി. എവ്രിവൺ സോ ഫ്രണ്ട്ലി ആൻഡ് ഐ ഫെൽറ്റ് ലൈക്ക് എ പാർട്ട് ഓഫ് ദ ടീം. അപ്പോൾ എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ടീമിന്റെ പാർട്ടാണെന്നുള്ളത് എനിക്ക് തോന്നിപ്പോയി. സ്പെൻഡിങ് ടൈം വിത്ത് മൈ ഗ്രാൻഡ് മാ വാസ് സോ സ്പെഷ്യൽ. അപ്പോൾ ഗ്രാൻഡ്മയുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. വി ടോക്ക്ഡ് അബൌട്ട് സോ മെനി തിങ്സ് ആൻഡ് ഐ എൻജോയ്ഡ് എവറി മൊമെന്റ്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും ഞങ്ങൾ നന്നായിട്ട് എല്ലാ മൊമെന്റും ഞാൻ എൻജോയ് ചെയ്യുകയും ചെയ്തു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഡേ ആൻഡ് ഐ വിൽ നെവർ ഫോർഗെറ്റ് ഇറ്റ്. ഇത് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ദിവസമായിരുന്നു, ഞാൻ ഒരിക്കലും മറക്കില്ല. ഐ കാൻ വെയിറ്റ് ടു വിസിറ്റ് ദ ഫീൽഡ്സ് അഗെയിൻ. എനിക്ക് ഇനിയും ആ ഒരു വയലിലേക്ക് പോവാൻ എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. എനിക്ക് പോവാൻ വളരെയധികം ആഗ്രഹമുണ്ട് എന്നാണ് ഇവിടെ പാറു പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം എന്തൊക്കെയാണോ പാറു പറയുന്നത് ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, ഇത് നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 4 ആണ്. 4 എന്ന് പറയുന്നത് നോട്ടീസ് ആണ്.
യുവർ സ്കൂൾ ഡിസൈഡഡ് ടു കണ്ടക്ട് എ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ്. നിങ്ങളുടെ സ്കൂളിൽ ഒരു ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ദ ഇനാഗ്രൽ ഫംഗ്ഷൻ വാസ് സ്കെഡ്യൂൾഡ് ടു ബി ഹെൽഡ് ഓൺ April 1st, 2025. അപ്പോൾ 2025 ഏപ്രിൽ 1 ഈ ഒരു ഫംഗ്ഷൻ അവർ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ദ ഇനാഗ്രൽ ഫംഗ്ഷൻ. അപ്പോൾ ആ ഒരു ഇനാഗ്രൽ ഫംഗ്ഷൻ ആവശ്യമായിട്ടുള്ള ഒരു നോട്ടീസാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അതിനാവശ്യമായിട്ടുള്ള സൂചനകൾ ഹിൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. വെന്യൂ, ഡേറ്റ്, ടൈം, വെൽക്കം സ്പീച്ച്, ഇനാഗ്രൽ സ്പീച്ച്, ഫെലിസിറ്റേഷൻ, വോട്ട് ഓഫ് താങ്ക്സ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത്തരത്തിലൊരു നോട്ടീസ് എഴുതി തയ്യാറാക്കാം. നോട്ടീസ് എഴുതുമ്പോൾ ഒരു ബോക്സിനുള്ളിലാക്കിയിട്ട് എഴുതുക. അപ്പോൾ ഹെഡിങ് നോട്ടീസ് എന്ന് കൊടുക്കാം. ഗവൺമെന്റ് UP സ്കൂൾ മലപ്പുറം ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ്. ഡിയർ സ്റ്റുഡൻസ്, അവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ഇൻ അവർ സ്കൂൾ ഗ്രൗണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഒരു ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ദ ഇനാഗ്രൽ ഫംഗ്ഷൻ വാസ് സ്കെഡ്യൂൾഡ് ടു ബി ഹെൽഡ് ഓൺ April 1st, 2025 at 10 AM. അപ്പോൾ 2025 ഏപ്രിൽ 1 10 മണിക്കാണ് സ്കൂൾ ഈ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഓൾ ആർ ഇൻവൈറ്റഡ്. എന്താണ്, എല്ലാവരെയും ഞങ്ങൾ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. എന്നിട്ട് അതിന് താഴെ എന്ത് കൊടുക്കാം, വെൽക്കം സ്പീച്ച് ആരാണെന്ന് കൊടുക്കാം. വെൽക്കം സ്പീച്ച് എന്ന് എഴുതിയിട്ട് നിങ്ങൾ സ്കൂൾ ലീഡർ എന്നോ എന്തെങ്കിലും എഴുതി കൊടുക്കുക. ഓക്കെ, ദെൻ ഇനാഗ്രൽ സ്പീച്ച് ഹെഡ് മാസ്റ്റർ, ഫെലിസിറ്റേഷൻ PTA പ്രസിഡന്റ്, വോട്ട് ഓഫ് താങ്ക്സ് സെക്രട്ടറി സ്പോർട്സ് ക്ലബ്ബ്, ഡേറ്റ്, പ്ലേസ് സെക്രട്ടറി സ്പോർട്സ് ക്ലബ്ബ് എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു നോട്ടീസ് അവസാനിപ്പിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങൾ ഇത് എഴുതി തയ്യാറാക്കാൻ. ഓക്കെ, അപ്പോൾ ഇതിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ ബോക്സിനുള്ളിലാക്കിയിട്ട് എഴുതാനും നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് 5th ആക്ടിവിറ്റി എന്ന് പറയുന്നത് കോൺവെർസേഷൻ ആണ്. In the story, salt in his shoes, Michael lost the game and became sad. അപ്പോൾ salt in his shoes എന്ന് പറയുന്ന പാഠഭാഗത്ത് നമുക്കറിയാം മൈക്കിൾ ഗെയിമിൽ തോറ്റുപോയി അല്ലേ. അപ്പോൾ വളരെയധികം ദുഃഖത്തിലായിരുന്നു. ഹി സാറ്റ് സൈലന്റ് അറ്റ് ഹിസ് ഹോം. അപ്പം വളരെ സൈലന്റ് ആയിട്ട് അവൻ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. മൈക്കിൾസ് മദർ കെയിം ആൻഡ് ടോക്ക്ഡ് ടു ഹിം. അപ്പോൾ മൈക്കിളിന്റെ അമ്മ വന്നിട്ട് അവന്റെ അടുത്ത് സംസാരിക്കുകയാണ്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ മൈക്കിൾ ആൻഡ് ഹിസ് മദർ. അപ്പോൾ മൈക്കിളും അമ്മയും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഓക്കെ, then Michael, Michael, you look sad. What happened to you? എന്താ മൈക്കിൾ നിനക്ക് പറ്റിയത്, നീ വളരെ ദുഃഖത്തിലാണല്ലോ എന്ന് പറയാണ്. അപ്പൊ മൈക്കിൾ എന്താവും പറയാ, I tried my best today but I still couldn't get past Mark. He is just too tall. എന്താണ്, ഞാനിത് എൻ്റെ ബെസ്റ്റ് തന്നെ കളിച്ചു, പക്ഷെ എനിക്ക് ആ ഒരു പാസ് ചെയ്യാനുള്ള മാർക്കൊന്നും എനിക്ക് കിട്ടിയില്ല, ഞാൻ ഇപ്പോഴും ടോളാണ്. അപ്പം അമ്മ പറയാണ്, ഐ അണ്ടർസ്റ്റാൻഡ് ഡിയർ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ബട്ട് റിമെമ്പർ, നീ ഒരു കാര്യം മനസ്സിലാക്കുക, ബീങ് ടോൾ ഈസ് ഇൻ എവറിത്തിങ്. എന്താണ് ടോൾ എന്ന് പറയുന്നത്, അത് ഒരു കാര്യമുള്ള സംഭവം ഒന്നല്ല. ഇറ്റ്സ് യുവർ ഹാർട്ട് ആൻഡ് ഹാർഡ് വർക്ക് ദാറ്റ് മാറ്റർ. നിന്റെ ഹൃദയവും നിന്റെ ഹാർഡ് വർക്കുമാണ് അവിടെ സംഭവം മാറ്റർ എന്ന് പറയുന്നത്. അല്ലാതെ നീ ഹൈറ്റ് ഇല്ല, നീ ടോൾ ഇല്ല എന്നുള്ളതൊന്നും അവിടെ സംഭവം ഒരു വിഷയമേ അല്ല. മൈക്കിൾ, ബട്ട് നോ മാറ്റർ ഹൗ ഹാർഡ് ഐ ട്രൈ. പക്ഷെ ഞാൻ എത്ര ട്രൈ ചെയ്തു എന്നുള്ളത് അവിടെ വിഷയമല്ല. ഐ ക്യാൻ സീം ടു ബീറ്റ് ഹിം. എനിക്ക് അവരെ അടിച്ചു തോൽപ്പിക്കാൻ വേണ്ടി പറ്റിയില്ല. ഐ ഫീൽ ലൈക്ക് ഐ എം നോട്ട് ഗുഡ് ഇനഫ്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ ഇപ്പോഴും എന്താണ് നല്ല രീതിയിലല്ല എന്നുള്ളതാണ്. മൈക്കിൾ, അപ്പോൾ മദർ പറയാണ്, മൈക്കിൾ യു ആർ ഗുഡ് ഇനഫ്, നീ നല്ലതാണ്. യു ഹാവ് ഗുഡ് ദ സ്കിൽസ്. എന്താണ്, യു ഹാവ് ഗോട്ട് ദ സ്കിൽ, നിനക്ക് എല്ലാ കഴിവുകളും ഉണ്ട്. ഇറ്റ്സ് നോട്ട് അബൌട്ട് വിന്നിങ് എവറി ടൈം ബട്ട് അബൌട്ട് ഡൂയിങ് യുവർ ബെസ്റ്റ്. എല്ലാ സമയത്തും വിജയിക്കുക എന്നുള്ളതല്ല വേണ്ടത്, നീ നിന്റെ ബെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. മൈക്കിൾ പറയാണ്, ബട്ട് ഐ വാണ്ട് ടു വിൻ ആൻഡ് ഹെൽപ്പ് മൈ ടീം. എനിക്ക് വിൻ ചെയ്യണം, എൻ്റെ ടീമിനെ ഹെൽപ്പ് ചെയ്യണം. ഐ വാണ്ട് ടു ബി ടോളർ സോ ഐ ക്യാൻ പ്ലേ ബെറ്റർ. എന്താണ്, ഞാൻ ടോളറാണ്, അതുകൊണ്ട് എനിക്ക് നല്ല ബെറ്റർ ആയിട്ട് കളിക്കണം. ഐ വാണ്ട് ടു ബി ടോളർ, എനിക്ക് ടോളർ ആവണം, എനിക്ക് വലുതാവണം, എന്നിട്ട് നല്ല രീതിയിൽ കളിക്കണം. മദർ പറയാണ്, ഹൈറ്റ് ഈസ് ജസ്റ്റ് വൺ പാർട്ട് ഓഫ് ദ ഗെയിം. ഹൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു ഗെയിമിന്റെ ഒരു പാർട്ട് മാത്രമാണ്. പേഷ്യൻസ്, പ്രാക്ടീസ് ആൻഡ് കോൺഫിഡൻസ് വിൽ ഹെൽപ്പ് യു മോർ ദാൻ എനിത്തിങ് എൽസ്. അപ്പോൾ പേഷ്യൻസ് ആവുക, അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക, നല്ല കോൺഫിഡൻസോട് കൂടി കളിക്കുക എന്നുള്ളതാണ് മറ്റുള്ളതിനേക്കാൾ വളരെ ഹെൽപ്പായിട്ടുള്ള സംഭവം. മൈക്കിൾ പറയാണ്, താങ്ക്സ് മാമ, ഐ വിൽ കീപ് പ്രാക്ടീസ് ആൻഡ് നോട്ട് ഗീവ് അപ്പ്. എന്താണ്, ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും, ഞാൻ ഒരിക്കലും ഇനി ഗീവ് അപ്പ് ചെയ്യില്ല എന്ന് പറയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയായിരിക്കും മൈക്കിളും മദറും തമ്മിലുള്ള ഒരു ചെറിയ കോൺവെർസേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് പ്രവർത്തനത്തിലേക്ക് പോവാം.
നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റീഅറേഞ്ച് ദ സ്റ്റോറി എന്നുള്ളതാണ്. സം ഇവന്റ്സ് ഓഫ് എ സ്റ്റോറി ആർ ഗിവൺ ബിലോ ഇൻ എ ജംബിൾഡ് ഓർഡർ. ഒരു സ്റ്റോറിയിലെ കുറച്ച് ഇവന്റ്സ് ആണ് ഇവിടെ ജംബിൾഡ് ഓർഡറിലായിട്ട് കൊടുത്തിട്ടുള്ളത്. റീഡ് ദ ഇവന്റ്സ് ആൻഡ് അറേഞ്ച് ദം പ്രോപ്പർലി. അപ്പൊ എന്ത് ചെയ്യുക, ഇത് വായിക്കുക, എന്നിട്ട് അതിനെ പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്യാനാണ് നമ്മളടുത്ത് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം വായിച്ചു നോക്കാം. ദ കിഡ്സ് fed the animals and collected hay for cows. Okay, Bill invited Meg to visit his grandfather's farm. Bill distributed the bees and they chased the kids. Grandfather gave the jobs to peel corn and sow seeds. The kids escaped by jumping into a stream and grandfather helped them. Then grandfather warned the kids not to disturb the peace. അപ്പോൾ ഇത് നമുക്ക് അറിയാവുന്ന പാഠഭാഗമാണ് അല്ലേ. നമ്മൾ അവസാനം പഠിച്ചിട്ടുള്ള ഡേ അറ്റ് ദ ഫാം എന്ന് പറയുന്ന പാഠഭാഗത്തുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇവന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആദ്യം നടന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് എഴുതി നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അവിടെ കൊടുത്തിട്ടുണ്ട്. ബിൽ ഇൻവൈറ്റഡ് മെഗ് ടു വിസിറ്റ് ഹിസ് ഗ്രാൻഡ് ഫാദേഴ്സ് ഫാം എന്നുള്ളതാണ് അല്ലേ. ഗ്രാൻഡ് ഫാദറിന്റെ ഫാമിലേക്ക് ബില്ല് മെഗിനെ ഇൻവൈറ്റ് ചെയ്തു. സെക്കൻഡ് വരുന്നത് ഗ്രാൻഡ് ഫാദർ ഗേവ് ദ ജോബ്സ് ടു പീൽ കോൺ ആൻഡ് സോ സീഡ്സ് എന്നുള്ളതാണ്. അവിടെ കോൺ പീൽ ചെയ്യാനും അതുപോലെ തന്നെ കുറച്ച് സീഡ്സ് ഒക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഗ്രാൻഡ് ഫാദറിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. പിന്നെ വരുന്നത് ദ കിഡ്സ് ഫെഡ് ദ എനിമൽസ് ആൻഡ് കളക്റ്റഡ് ഹായ് ഫോർ കൗസ്. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്തു, എനിമൽസിനൊക്കെ ഫീഡ് ചെയ്തു. അതുപോലെ തന്നെ വൈക്കോല്, പശുവിന് ആവശ്യമായുള്ള വൈക്കോലൊക്കെ കളക്ട് ചെയ്തു. അതിനുശേഷം വരുന്നത് ഗ്രാൻഡ് ഫാദർ വാണ്ട് ദ കിഡ്സ് നോട്ട് ടു ഡിസ്റ്റർബ് ദ പീസ്. ഗ്രാൻഡ് ഫാദർ പറയുന്നുണ്ട് നിങ്ങൾ ആ തേനീച്ചകളെ പോയിട്ട് ഡിസ്റ്റർബ് ചെയ്യരുത് എന്നുള്ളത് അല്ലെ. പിന്നെ വരുന്നത് ബിൽ ഡിസ്റ്റർബ് ദ പീസ് ആൻഡ് ദേ ചേസ് ദ കിഡ്സ്. അപ്പൊ ബിൽ എന്ത് ചെയ്തു, അവരെ പോയിട്ട് ഡിസ്റ്റർബ് ചെയ്തു. അത് കുട്ടികളെ പിടിക്കാൻ വേണ്ടി വന്നു. ലാസ്റ്റ് വരുന്നത് ദ കിഡ്സ് എസ്കേപ്ഡ് ബൈ ജമ്പിങ് ഇൻ ടു എ സ്ട്രീം ആൻഡ് ഗ്രാൻഡ് ഫാദർ ഹെൽപ്പ് ദം. അവർ നേരെ ഒരു സ്ട്രീമിലേക്ക് എടുത്തു ചാടി. അവിടെ ഗ്രാൻഡ് ഫാദർ വന്നിട്ട് അവരെ ഹെൽപ്പ് ചെയ്തു അല്ലെ. അതാണ് ലാസ്റ്റ് വരുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഇത് ജസ്റ്റ് അറേഞ്ച് ചെയ്തിട്ട് 1 by 1 ആയിട്ട് എഴുതി കൊടുക്കുക മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ഇനി നമുക്ക് ലാസ്റ്റ് ആക്ടിവിറ്റി ആണ്. ആക്ടിവിറ്റി നമ്പർ 7 ആണ്, എഡിറ്റിംഗ് ആണ്. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ, ദർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ്, എഡിറ്റ് ദം. അപ്പോൾ ഈ പാസേജ് വായിക്കുക, ഇതിൽ ചില മിസ്റ്റേക്കുകൾ ഉണ്ട്, അത് എഡിറ്റ് ചെയ്യണം. ഇവിടെ നോക്കാം. ധ്യാൻ ചന്ദ് ഈസ് വൺ ഓഫ് ഇന്ത്യാസ് ഗ്രേറ്റ് ഹോക്കി പ്ലെയേഴ്സ്. അവിടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ആണല്ലേ, ഒരു കൺട്രിയാണ്. അപ്പൊ എന്ത് ചെയ്യണം, അവിടെ ഐ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. സോ ഇന്ത്യ എന്നുള്ളതിന്റെ ഐ ക്യാപിറ്റൽ ആയിട്ട് എഴുതി കൊടുക്കാം. ചന്ദ് ഈസ് മോസ്റ്റ് റിമെമ്പേർഡ് ഫോർ ഹിസ് അച്ചീവ്മെന്റ് ഓൺ ദ ഒളിമ്പിക്സ്. ഓൺ ദ ഒളിമ്പിക്സ് എന്നുള്ളത് അല്ല വരേണ്ടത്, ഇൻ ദ ഒളിമ്പിക്സ് എന്നാണ് വരേണ്ടത്. ഓക്കെ, ഒളിമ്പിക്സിൽ എന്നാണ്. സോ ഇൻ ദ ഒളിമ്പിക്സ് എന്ന് എഴുതി കൊടുക്കാം. He helped her team secure gold medals in years 1928. ഓക്കെ, അവിടെ ഹെർ ടീം അല്ല, ഇവിടെ എന്താണ്, നമ്മുടെ ആരെ കുറിച്ചാണ് പറയുന്നത്, ഹോക്കി പ്ലെയർ ആയിട്ടുള്ള ധ്യാൻ ചന്ദിനെ കുറിച്ചിട്ടാണല്ലോ. അപ്പൊ അവര് ഒരു മെയിലാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം, ഹെർ എന്നല്ല ഹിസ് എന്ന് എഴുതി കൊടുക്കണം. ദെൻ അതുപോലെ തന്നെ മെഡൽസ് ഇൻ എ ഇയർ എന്നുള്ളതല്ല, അവിടെ ദ ഇയേഴ്സ് എന്നാണ്. എന്താണ് അവിടെ ഇയേഴ്സ് 1-2 കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഇയർ അല്ല, ദ ഇയേഴ്സ് 1928, 1932 and 1936. During his time, India was dominant very in hockey. അവിടെ എന്താണ്, വെരി ഡോമിനന്റ് എന്നാണ് അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ വെരി ഡോമിനന്റ് എന്നായിട്ട് എഴുതി കൊടുക്കുക. ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി. അപ്പൊ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.